ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ അവിടെ തറവാട്ടിൽ കൂടിയിരിക്കണ ഒരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വർത്താനം പറഞ്ഞ് ഇറയത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ അതുലും മിസ്സിങ് ആണ്. അവർ രണ്ടാളും കൂടിയിട്ട് ഫുഡ് ഞങ്ങൾ ഉച്ചയ്ക്കുള്ളത് പുറത്തുനിന്നാണ് മേടിച്ചിരിക്കണത്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ദേ എത്തിയിട്ടുണ്ട്. വരണ വഴിക്ക് നമ്മൾ ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സർലാസ് മുഴുവൻ ഒറ്റിച്ചൊറ്റിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിന്ന് ജിഷ്ണേട്ടനാണ് നിന്ന് തുടയ്ക്കുന്നത്. ജിഷ്ണേട്ടനാണ് ഞങ്ങളിൽ എല്ലാവരിലും മൂത്തത് കേട്ടോ. വലിയേട്ടനാണ് ഞങ്ങളുടെ. അപ്പോൾ അതിലും പൂമ്പാരി വലിമയും കൂടിയിട്ട് എല്ലാതും കവറുകളിൽ നിന്ന് എടുത്തിട്ട് പുറത്തിറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായി എന്ന് നോക്കാൻ വേണ്ടി വരികയാണ്. സമയം ഇപ്പോൾ ഒരു 2 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ കഴിക്കാനായിട്ട് ഇരിക്കണത്. 12 മണിക്ക് തുടങ്ങിയ ചർച്ചയാണ് എന്ത് കഴിക്കണം എന്ന് തുടങ്ങിയിട്ട് അവസാനം അത് 1:30 ആയപ്പോഴാണ് ആ ചർച്ച കഴിഞ്ഞ് മേടിക്കാനായിട്ട് പോയി. അവസാനം നമ്മൾ ബിരിയാണി വാങ്ങിച്ച് ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യണത്. കൂടെ നമ്മുടെ ചത്താപ്പച്ച സിനിമയും വെച്ചിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുള്ളതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. കിട്ടിയ സ്ഥലത്തൊക്കെ എല്ലാവരും കയറിയിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറവുള്ളത് ചേച്ചി മാത്രമാണ്. ഉണ്ണിയുള്ളതുകൊണ്ട് ചേച്ചി എത്തിണ്ടായില്ല. ചേച്ചി വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം ജിഷ്ണേടം എന്തോട് ഫ്രിഡ്ജൊക്കെ തുറന്ന് വെച്ചിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കണത്. അപ്പം നമ്മളിതേ സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ അടിച്ച് അവിടെ നിന്ന് പോരായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുമാരിയിലും എല്ലാവരും കൂടുന്നിട്ട് സർലാസ് തരുന്നുണ്ട്, അച്ചാർ തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഫീബി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫീബി ഇപ്പോഴും ഞാനായിട്ട് സെറ്റായിട്ടില്ല. എന്നെ എപ്പോൾ കണ്ടാലും കുറച്ചുകൊണ്ട് നിൽക്കും. പക്ഷെ ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ ടാറ്റ ബൈ ബൈ കൊടുത്തിട്ട് അടുത്ത ഗെറ്റ് ടുഗദറിന് വന്നിരിക്കുകയാണ്. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനും അതും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാവരും കൂടിയിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാനും അതൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. നഴ്സറി തൊട്ട് വേണമെങ്കിൽ ഞാനും അത് ഒരുമിച്ച് പഠിച്ചു എന്ന് പറയാം. നഴ്സറി കഴിഞ്ഞ് പിന്നെ 1, 2, 3 ഒരുമിച്ച് പഠിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഈ കാണുന്ന എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും സെയിം ഫ്രണ്ട്സ് തന്നെയാണുള്ളത്. രണ്ടാൾക്കും കോമൺ ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അന്നിട്ടാണ് ഞങ്ങളുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ കുട്ടി ഉണ്ടാവാൻ പോകണു. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നാളെ കുംഭഭരണി ആയതുകൊണ്ടും എല്ലാവരും ഒന്ന് മുടക്കായതുകൊണ്ടും എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ പകുതി എണ്ണം എത്തിയിട്ടില്ല. കുറേ പേരൊക്കെ പുറത്താണ്. ആൽവിനെ എൻ്റെ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഷിനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഈ കാണുന്നതൊക്കെ ആഷിക്കിന് കിട്ടിയ സമ്മാനങ്ങളായിരുന്നു കേട്ടോ. ആഷിക്കിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചതേ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം കുറേ ചിരിച്ചും പഴയ കാലത്തേക്കൊക്കെ തിരിച്ചു പോയൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.